തിരുവനന്തപുരം SCT ആശുപത്രിയിൽ ചികിത്സയിലുള്ള മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. VSനെ AIC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ സന്ദർശിച്ചു. ഞാൻ അരുൺകുമാറുമായിട്ട് സംസാരിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് 72 മണിക്കൂർ നിരീക്ഷണത്തിൽ വെച്ചിരിക്കുകയാണ് ഒരു മരുന്നുമായി ബന്ധപ്പെട്ട്. അപ്പോൾ 72 മണിക്കൂറിൻ്റെ നിരീക്ഷണത്തിലായി കാത്തിരിക്കുകയാണ്. കാര്യമായിട്ടുള്ള ഒരു മാറ്റങ്ങളില്ലാതെ പോകുമെന്നാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും കേരളമൊട്ടാകെ ആശങ്കയോടെ നോക്കിക്കാണുന്നതാണ് VSൻ്റെ ആരോഗ്യസ്ഥിതി. അദ്ദേഹം സുഖം പ്രാപിക്കുമെന്നുള്ള പൂർണ്ണമായ വിശ്വാസത്തിൽ തന്നെയാണ് നമ്മളെല്ലാവരും. MG പ്രതീക്ഷ വാർത്തയുടെ വിവരങ്ങൾ മറ്റൊന്ന്. പ്രതീക്ഷ ആശുപത്രിയിൽ നിന്ന് എപ്പോഴാണ് അടുത്ത മെഡിക്കൽ ബുള്ളറ്റിൻ? എപ്പോഴാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് അറിയാനാവുക? പ്രതീക്ഷ ഹാഷ്മി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ VS അച്യുതാനന്ദന്റെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുകയാണ്. മെഡിക്കൽ ബോർഡ് നിലവിൽ തിരുവനന്തപുരം SUT ആശുപത്രിയിൽ യോഗം ചേരുകയാണ്. 12 മണിയോടുകൂടി പുതിയ മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറങ്ങുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ആ മെഡിക്കൽ ബുള്ളറ്റിനിലായിരിക്കും VSന്റെ പുതിയ ആരോഗ്യനില സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ഉണ്ടായിരിക്കുന്നത്. നിലവിൽ 72 മണിക്കൂർ നിരീക്ഷണത്തിൽ കഴിയുകയാണ് VS. ഇന്ന് വൈകുന്നേരം 7 മണിയോടുകൂടി മാത്രമേ 72 മണിക്കൂർ നിരീക്ഷണം പൂർത്തിയാവുകയുള്ളൂ. ഒപ്പം ഡയാലിസിസിന് വിധേയനാക്കിയിട്ടുണ്ട്. ഈ ക്രിയാറ്റിൻ്റെ അളവ് കൂടിയതിന് പിന്നാലെയാണ് VSനെ ഡയാലിസിസിന് വിധേയനാക്കിയിട്ടുള്ളത്. ഈ നേരിയ തോതിൽ മരുന്നുകളോട് VS പ്രതികരിക്കുന്നുണ്ട് എന്നതാണ് പ്രധാനമായും അറിയാൻ കഴിയുന്ന കാര്യം. VSുമായി അടുത്ത ബന്ധമുള്ളവർ സൂചിപ്പിക്കുന്നത് VSൻ്റെ ആരോഗ്യനിലയിൽ നേരത്തെക്കാൾ പുരോഗതി ഉണ്ട് എന്നതാണ്. പക്ഷേ ഇതിൽ കൃത്യമായൊരു സ്ഥിരീകരണം ലഭിക്കണമെങ്കിൽ മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറങ്ങണം. സാധാരണഗതിയിൽ 12 മണിയോട് കൂടിയാണ് മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറങ്ങുക. VSൻ്റെ മകൻ തന്നെയായിരിക്കും അത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുന്ന പതിവ്. അക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത ഉണ്ടാകും. നിലവിൽ വിദഗ്ധ ഡോക്ടർമാരുടെ സംഘമാണ് VSനെ പരിശോധന നടത്തുന്നത്. കാർഡിയോളജി, ന്യൂറോളജി, നെഫ്രോളജി സ്പെഷ്യലിസ്റ്റുകളുടെ സംഘം VSനെ മണിക്കൂറുകൾ ഇടവിട്ട് പരിശോധിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഈ തലച്ചോറിൻ്റെ പ്രവർത്തനക്ഷമത നിരീക്ഷിക്കുന്നതിനായി EEG പരിശോധന ഉൾപ്പെടെ നടത്തിയിരുന്നു. അതൊക്കെ തന്നെ പ്രതീക്ഷ നൽകുന്ന ഫലമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ VSൻ്റെ മെഡിക്കൽ ബുള്ളറ്റിൻ ആശുപത്രി അധികൃതർ പുറത്തുവിടുമെന്നതാണ് നമുക്ക് ഏറ്റവും പുതുതായി ഇവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. ഹാഷ്മി.